നിങ്ങളുടെ ശക്തി നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും മൈൻഡ് ചെയ്യുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ചു. 30 കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് പട്ടിയുടെ പരിഗണന പോലും ഇവിടെ കിട്ടിയിരുന്നോ? ഞാൻ വന്നതിന് പിന്നെ അല്ലേ ഇത് പട്ടിയല്ലടാ മനുഷ്യനാടാ എന്ന് പറഞ്ഞ് ഈഴവത്തി പറ്റ ഈഴവനാണടാ എന്ന് പറഞ്ഞ ഡോക്ടർ പൽപ്പുവിൻ്റെ ആശയം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞാൻ തോന്നുന്നു. അതിനു മുമ്പ് നിങ്ങൾ കണ്ടാൽ പറഞ്ഞ കേട്ടില്ലേ, ചോദ്യം ചോകാനും പറഞ്ഞ് പേര് പറഞ്ഞാണ് നിങ്ങൾ വിളിച്ചിരുന്നുവെങ്കിൽ ഈ 30 കൊല്ലം കൊണ്ടാണ് മാറ്റം വന്നത്. ഇവിടെ ആര് നമുക്ക് എന്ത് പരിഗണന വരുന്നുണ്ട്? ഇവിടെ ത്രിതല പഞ്ചായത്ത് വരുന്നുണ്ട്, കോളേജ് വരുന്നുണ്ട്, MLA വരുന്നുണ്ട്. ആകെ ഇവിടെ എനിക്ക് തോന്നുന്നത് ഒരു MLA ഉണ്ട് അല്ലേ, ബാബു. ഇവിടെ കോട്ടയത്ത് ആസവൻ ഒരെണ്ണമുണ്ട്. 4 ലക്ഷം നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? എത്ര കൊല്ലം നടന്നിട്ടാണ് ഇവിടെ കുറച്ച് പതിച്ചു വിട്ടത്? നമുക്ക് ശക്തി ഉണ്ടായിട്ടല്ലേ ഇവിടെ കിട്ടിയത്. ബാക്കിയുള്ളത് എന്തുമാത്രം പതിച്ചിട്ട് പോയി? പാലായി തന്നെ 400-500 ഏക്കർ പതിച്ചിട്ട് പോയത്. ഇതിൻ്റെ എല്ലാം കണക്ക് ഞാൻ പറഞ്ഞു. ഇവിടെ MLA MP ഒക്കെ ആയി പലരും. ഇത് തന്നു. എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് തന്നത്? ബാക്കിയുള്ളവർക്കെല്ലാം എത്രയോ പണ്ടേ കൊടുത്തു. MP ഫണ്ടും MLA ഫണ്ടുമല്ല. ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് എന്തുമാത്രം പിക്നിക് സെന്റർ പണിത് തരാം. ഇപ്പോഴും സഹായിക്കാലേ. കണിച്ചുള്ളങ്കരയിൽ എനിക്ക് പണിത് തന്നല്ലോ അമ്പലത്തിന് 5.5 കോടിക്ക് പിക്നിക് സെന്റർ. മുഖ്യമന്ത്രി തറക്കല്ലിട്ടു, ഉദ്ഘാടനം നടത്തി 5.5 കോടിക്ക്. സ്കൂളിൽ ഇൻഡോർ സ്റ്റേഡിയം പണിത് തന്നു. അതിനെത്ര രൂപയായി? 5.5 കോടിയായി. നിങ്ങൾ വിചാരിക്കും ഇവിടെ കുളം കുഴിക്കാൻ കാശ്. ഇവിടെ ഞങ്ങളുടെ അമ്പലം കുളം കുഴിക്കാൻ ഒഴിച്ച് പന്ത് കെട്ടി തന്ന് 1 കോടി മുടക്കി. ഇതേ ഇപ്പോൾ 2.25 കോടി കണിച്ചിട്ട് അമ്പലത്തിന് ഉമ്മേഷമുള്ള കുളം കെട്ടാൻ സർക്കാർ നിലച്ചുണ്ട്. ഇതിനൊക്കെ നിയമമുണ്ടപ്പോൾ തരാൻ ഇവരുടെ കുടുംബത്തിൽ നിന്നല്ല. പക്ഷെ അതിനുള്ള അറിവും തിരിച്ചറിവും നമുക്കില്ല. അറിവ് തിരിച്ചറിവിനകത്ത് എന്തെല്ലാം നടക്കുന്നു അറിയാവുന്ന പലരും ഇതുപോലുള്ള ആനുകൂല്യങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ടവർ. നമ്മൾ തൊട്ട് പറഞ്ഞാൽ ഉടനെ ജാതിയായി. ജാതി പറയാമോ എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുദേവന്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നമ്മളെ തകർക്കാനും തളർത്താനുമാണ് ശ്രമിക്കുന്നത്. നമുക്ക് ആരോടും വിദ്വേഷം വേണ്ട, ആരോടും ഒരു വിദ്വേഷം. എല്ലാവരും സമഭാവന, ജാതി ഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരങ്ങൾ. ആ മുദ്രാവാക്യം എന്നും നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഗുരുമന്ദിരങ്ങൾക്കെല്ലാം സർക്കാർ ഗ്രാൻഡ് തരണ്ടല്ലേ? എന്തുകൊണ്ട് തന്നൂടാ? കാരണം ഈ രാജ്യത്ത് സമാധാനം നിലനിൽക്കുന്നു എങ്കിൽ അതിൻ്റെ കാരണം ഗുരുവിൻ്റെ ദർശനമാണ്.